ഹലോ ഗൈസ്, എൻ്റെ വലിയ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അത് ഈ വർഷമാണ് സഫലമായത്. ആദ്യം നമ്മൾ ഇക്കരെ കൊട്ടിയൂർ പോയി അകത്ത് കയറി, ആദ്യം കാലൊക്കെ നനച്ചിട്ട് നേരെ അകത്ത് കയറി തൊഴുതു, ചുറ്റിക്കറങ്ങി വന്നു. അവിടെയും നട തുറന്നു കണ്ടില്ല. അപ്പോൾ കൂടെയുള്ളവരും പറഞ്ഞു ഒരു ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ല എന്ന്. പിന്നെ നമ്മൾ നേരെ അക്കരെ കൊട്ടിയൂർ പോയി. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് ഇന്ന് മുതലാണ് സ്ത്രീകൾക്ക് അവിടെ കയറാൻ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇത് ജൂൺ 20-ാം തീയതി വരെ സ്ത്രീകൾക്ക് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ തിരക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെന്ന സമയം കയറാൻ തുടങ്ങിയ സമയമായത് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി ഏകദേശം ഒരു 2 മണിക്കൂറിൽ തൊഴുത് തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഭവാനിപ്പുഴയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും ഒക്കെ ഉള്ളത്. ഇതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് 7 സ്റ്റോൺസ് പണ്ടും മറ്റ് ക്ഷേത്രങ്ങളിലും വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഭവാനിപ്പുഴയിൽ ഇറങ്ങി കുളിക്കാൻ സാധിക്കുന്നവർക്ക് കുളിക്കാം. അപ്പം ഞാൻ ഇറങ്ങിയ ഭാഗത്തൂടെ വെള്ളം അധികം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കാലും മുഖവും കഴുകി മേത്ത് കുറച്ച് വെള്ളം തളിക്കുകയും ചെയ്തു. അതിനുശേഷം നേരെ അക്കരയ്ക്ക് പോയി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിന്ന് ഒരു 15 മിനിറ്റിൽ തന്നെ നമ്മൾ അകത്ത് കയറാൻ സാധിച്ചു. അങ്ങനെ നേരെ അകത്ത് കയറിയ സമയത്ത് ശിവേലി നടക്കുന്ന സമയമായിരുന്നു. അപ്പം 2 ആനപ്പുറത്തായിട്ട് ഭഗവാനെയും ഭഗവതിയെയും അവിടെ എഴുന്നള്ളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണല്ലോ. മഹാദേവന് സതീദേവിയെ നഷ്ടപ്പെട്ട ത്യാഗഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഈ ഓടപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു മുളയിലുണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു പൂവ് പോലെ ഇരിക്കുന്നത്. അത് ദക്ഷൻ്റെ താടിയെ ഓർമ്മിപ്പിക്കുന്നത് രീതിയിലാണ് അതിൻ്റെ ചടങ്ങ് അല്ലെങ്കിൽ അതിൻ്റെ കഥ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് എനിക്കും അവിടെ പോയപ്പോൾ തന്നെ തോന്നി. അവിടുത്തെ മഹാദേവൻ്റെ ബിംബം അത് സ്വയംഭൂവാണ് എന്നും പറഞ്ഞു. പിന്നീട് ഇതിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് വെള്ളത്തിൽ കൂടി തന്നെ പ്രദക്ഷിണം ചെയ്യണമെന്നുണ്ട്. അപ്പം അതുകൊണ്ട് ചുറ്റിനും നമ്മൾ നടക്കുന്ന വഴിയിലും എല്ലാം വെള്ളം ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തൊഴുതു, വളരെ നന്നായിട്ട് തന്നെ തൊഴുതു, പെട്ടെന്ന് തൊഴുതിറങ്ങി. എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.